എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസും ഒരു നല്ല ന്യൂ ഇയറും ആശംസിക്കുന്നു. ഞാൻ ഈ വർഷം ക്രിസ്മസ് സീരീസ് ആയിട്ട് ഈ വരുന്ന ആഴ്ചയിൽ എല്ലാ ദിവസവും സ്പെഷ്യൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈനാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് 5 ദിവസം കൊണ്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഒരു ഗ്രേപ്പ് വൈനാണ്. അപ്പൊ ഇതിന് പുറമെ ഞാൻ ബീട്രൂട്ട് വൈനും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടതിന് ശേഷം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിന് പുറമെ ബീട്രൂട്ട് വൈനും പ്ലം കേക്കും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസും കാണുക. വെറും 5 ദിവസം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൈനാണ് കേട്ടോ ഇത്. ഗ്രേപ്സിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് 21 ദിവസം ഒന്നും വെക്കേണ്ട കാര്യമില്ല. വെറും 5 ദിവസം മാത്രം മതി. പക്ഷേ ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരല്പം താമസിച്ചു പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റിയില്ലെങ്കിലും ന്യൂ ഇയറിനെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. പിന്നെ വൈൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലൊന്നും ജലാംശം ഇല്ലെങ്കിൽ ഒരു വർഷം വരെയൊക്കെ വൈൻ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഞാനിവിടെ ഒരു 2 കിലോ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ ബ്ലാക്ക് ഗ്രേപ്സ് ആണ് വൈൻ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത്. പക്ഷേ ഇപ്പോൾ അത് കിട്ടാനില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സാധാരണ മുന്തിരിങ്ങയാണ് എടുത്തത്. അത് തണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് നെമന്ന് കിടക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു. അതിനുശേഷം അതിൽ 2 കിലോ ഗ്രേപ്സിന് വേണ്ടിയിട്ട് 1 കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. സാധാരണ ചിലപ്പം 2 കിലോ പഞ്ചസാര ചേർക്കുന്നവരും ഉണ്ട്. പക്ഷേ നമ്മുടെ ഗ്രേപ്സിനൊരു മധുരം ഉള്ളതുകൊണ്ട് 2 കിലോ ഒക്കെ ചേർത്താൽ ഒരു അതിമധുരമായി പോകും. പിന്നെ അതിലോട്ടൊരു 4-5 കഷ്ണം ഇഞ്ചി കുത്തിച്ചതച്ചിട്ട് കൊടുത്തു. ഒരു 5-6 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു 3 കഷ്ണം പട്ട ചതച്ചിട്ട് കൊടുത്തു. ഒരു 4-5 ഏലക്ക ചതച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു 2 കിലോ ഗ്രേപ്സിൻ്റെ അളവാണ്. നിങ്ങൾ 1/2 കിലോ ആണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൊണ്ടാൽ മതി. ഇനിയിപ്പം നമ്മളിതൊരു 5 ദിവസത്തിലല്ലേ ഈ വൈൻ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളിതെല്ലാം കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. 10 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ തിളച്ചിട്ടുണ്ടാവും. അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ നന്നായിട്ട് തണുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. 1 കൈയോളം ഗോതമ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കട്ടിയുള്ള ഒരു തുണിയിൽ പൊതിഞ്ഞ് സൂര്യപ്രകാശം കടക്കാത്ത ഒരു സ്ഥലത്ത് 3 ദിവസം സൂക്ഷിക്കുക. നമ്മൾ ഇന്ന് ഏത് സമയത്താണോ വെച്ചത് പിറ്റേ ദിവസം അതേ സമയമാകുമ്പോൾ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ 3 ദിവസം ആവർത്തിക്കുക. നമ്മൾ വെച്ച അതേ സമയങ്ങളിൽ 3 ദിവസവും അത് ഇളക്കി കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തോന്ന് വെച്ചാൽ നമ്മൾ ഇളക്കാൻ ഉപയോഗിക്കുന്ന തവിയിലോ ഒന്നും തന്നെ ഒട്ടും തന്നെ ജലാംശം ഉണ്ടാവാൻ പാടില്ല. ജലാംശം ഉണ്ടെങ്കിൽ നമ്മുടെ വൈൻ പുളിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ അടുപ്പിൽ നിന്ന് മുന്തിരിങ്ങ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള ഒരു പാത്രങ്ങളിലും ജലാംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ 3 ദിവസവും ഒരേ നേരത്തെ ഇളക്കി കൊടുത്തതിന് ശേഷം 4-മത്തെ ദിവസം നമ്മളൊരു തുണിയിൽ ഇത് അരിച്ചെടുക്കുക. തുണിയിലോ അല്ലെങ്കിൽ ചെറിയ സുഷിരങ്ങളുള്ള അരിപ്പിലോ. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ തുണിയിലോ അരിപ്പിലോ ഒന്നും ജലാംശം പാടില്ല. നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്ത് അതിലുള്ള നീര് മൊത്തം നമ്മൾ എടുത്തതിന് ശേഷം അതൊന്നുകൂടെ അടച്ചു വെച്ച് 2 ദിവസം ഒന്ന് തെളിയാനായിട്ട് മാറ്റി വയ്ക്കുക. അതിലുള്ള ഡെപ്പോസിറ്റ്സൊക്കെ അടിയിൽ ആയിട്ട് ആ വൈൻ തെളിഞ്ഞ് കിട്ടും. 2 ദിവസം അങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോൾ ആ വൈൻ നമുക്ക് നന്നായിട്ട് തെളിഞ്ഞു കിട്ടും. ഇനി അത് ഈ ക്ലിപ്പുള്ള ബോട്ടിലുകളാണ് എപ്പോഴും വൈൻ സൂക്ഷിക്കാൻ നല്ലത്. നന്നായിട്ട് എയറൊന്നും അകത്ത് കിടക്കാതെ സേഫ് ആയിട്ടിരുന്നോളും വൈൻ. ഇതുപോലെ ക്ലിപ്പുള്ള ബോട്ടിലുകളിൽ സൂക്ഷിച്ച് വെച്ചാൽ വൈൻ ഒരു 1-1.5 വർഷം വരെ ഈ വൈൻ കേടുകൂടാതെ ഇരിക്കും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈനാണ് കേട്ടോ ഇത്. കുടിച്ചു കഴിഞ്ഞ് 2-മത്തെ ദിവസം ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല ഒരുമാതിരി ആ തൊണ്ടയൊക്കെ അങ്ങ് പൊള്ളി പോകുന്നത് പോലത്തെ ഒരു വീര്യമായിരുന്നു ഈ വൈനിന്. അപ്പോൾ ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ന്യൂ ഇയറിലെങ്കിലും ഉണ്ടാക്കി നോക്കുക. പിന്നെ 2 ടിപ്സ് എന്താണെന്ന് വെച്ചാൽ കഴിയുമെങ്കിൽ ബ്ലാക്ക് ഗ്രേപ്സ് തന്നെ ഉപയോഗിച്ചുണ്ടാക്കുക. ഒട്ടും ജലാംശം ഇല്ലാത്ത പാത്രങ്ങൾ തന്നെ ഉപയോഗിക്കുക. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. ഹാവ് എ ഗുഡ് ഡേ. ബൈ.